ഹായ്, പ്ലെൻറ്റി ഓഫ് നോളജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായ ചട്ട്പട്ട് ഓർ നട്ട്ഖട്ടിലെ 4 പാരഗ്രാഫ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത 2 പാരഗ്രാഫ് കൂടെ പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ചട്ട്പട്ട് ചുഞ്ചലാത്ത പർ കുച്ച് കഹന പാത്ത ബഡാ ഥ. ചട്ട്പട്ട് ചുഞ്ചലാത്ത എന്ന് പറഞ്ഞാൽ, ചുഞ്ചലാന എന്ന് പറഞ്ഞാൽ ദേഷ്യം വരിക, പരിങ്ങലാവുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ചട്ട്പട്ട് ചുഞ്ചലാത്ത എന്ന് പറഞ്ഞാൽ ചട്ട്പട്ടിന് ദേഷ്യം വന്നു. പർ കുച്ച് കഹന പാത്ത എന്ന് വെച്ചാൽ എന്താ, പക്ഷേ ഒന്നും പറയാൻ കഴിയുമായിരുന്നില്ല. കാരണം എന്താ അറിയോ, ബഡാഥ ബഡാഥ, അവൻ വലുതായിരുന്നു. അപ്പോൾ മൂത്ത കുട്ടിയായതുകൊണ്ട് ഇളയ കുട്ടിയെ കെയർ ചെയ്യേണ്ട കാര്യം അവനറിയാം. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ദേഷ്യം വരുമായിരുന്നെങ്കിലും അവനൊന്നും പറയുമായിരുന്നില്ല. ഒന്നുകൂടെ നോക്കാം. ചട്ട്പട്ട് ചുഞ്ചലാത്ത പർ കുച്ച് കഹന പാത്ത ബഡാഥ. ചട്ട്പട്ടിന് ദേഷ്യം വരുമായിരുന്നു, പക്ഷേ അവനൊന്നും പറയാൻ കഴിയുമായിരുന്നില്ല. അവൻ വലുതായിരുന്നു. ഛോട്ടാ ധ്യാൻ തോ ഉസേ രഖ്നാ ഹി ഥാ. ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ അല്ലേ. ഛോട്ടാ ധ്യാൻ ഉസേ രഖ്നാ ഹി ഥാ എന്ന് വെച്ചാൽ അനിയനെ അവൻ എന്തായാലും ശ്രദ്ധിക്കണമായിരുന്നു അല്ലേ, അതാണ് അർത്ഥം. ഛോട്ടാ ധ്യാൻ തോ ഉസേ രഖ്നാ ഹി ഥാ. അനിയനെ അവൻ എന്തായാലും ശ്രദ്ധിക്കണമായിരുന്നു. ലേക്കിൻ ഉസേ ലഗ്താ കി നട്ട്ഖട്ട് കുച്ച് ജ്യാദാ ഹി നട്ട്ഖട്ട് ഹെ. ലേക്കിൻ ഉസേ ലഗ്താ കി, പക്ഷെ അവന് തോന്നിയിരുന്നു നട്ട്ഖട്ട് കുച്ച് ജ്യാദാ ഹി നട്ട്ഖട്ട് ഹെ. നട്ട്ഖട്ട് കുറച്ച് കൂടുതൽ വികൃതിയാണെന്ന് അവന് തോന്നിയിരുന്നു. കുറച്ച് കൂടുതൽ വികൃതിയാണ് നട്ട്ഖട്ട് എന്ന് അവന് തോന്നിയിരുന്നു. ലേക്കിൻ ഉസേ ലഗ്താ കി നട്ട്ഖട്ട് കുച്ച് ജ്യാദാ ഹി നട്ട്ഖട്ട് ഹെ. അപ്പോൾ എന്തൊക്കെ അവൻ്റെ വികൃതികൾ എന്ന് നോക്കാം നമുക്ക്. രാസ്താ ചലത്തെ രുക്കർ പോക്കർ കെ പാനി കെ അന്തർ കി മछलियाँ और पानी के ऊपर की बतखें देखने लगता है. രാസ്താ ചലത്തെ രുക്കർ. രാസ്ത എന്ന് പറഞ്ഞാൽ വഴി, ചലന എന്ന് പറഞ്ഞാൽ നടക്കുക, രുക്കന എന്ന് പറഞ്ഞാൽ നിൽക്കുക. അപ്പോൾ എന്താ, രാസ്താ ചലത്തെ രുക്കർ എന്ന് പറഞ്ഞാൽ വഴിയിലൂടെ നടക്കുമ്പോൾ ഇടയ്ക്ക് നിന്നിട്ട്. പോക്കർ കെ പാനി കെ അന്തർ കി മछलियाँ. പോക്കർ എന്ന് പറഞ്ഞാൽ കുളം, പോക്കർ കെ പാനി എന്ന് പറഞ്ഞാൽ കുളത്തിലെ വെള്ളം, പാനിക്ക് അന്തർ കി മछलियाँ വെള്ളത്തിലെ അടിയിലെ മീനുകൾ അല്ലേ, വെള്ളത്തിനടിയിലെ മീനുകൾ. ഔർ എന്ന് പറയുമ്പോൾ മീനുകളെയും, പാനിക്ക് ഊപ്പർ കി ബത്ഖെ വെള്ളത്തിന് മുകളിലൂടെ നീന്തി കളിക്കുമല്ലോ എന്ത്, താറാവുകൾ. ബതഖ് എന്ന് പറഞ്ഞാൽ താറാവ്, താറാവുകളെയും ദേഖ്നെ ലഗ്താ ഹെ നോക്കി നിൽക്കാറുണ്ട്. രാസ്താ ചലത്തെ രുക്കർ പോക്കർ കെ पानी के अंदर की मछलियाँ और पानी के ऊपर की बतखें देखने लगता है. വഴിയിലൂടെ നടക്കുന്നതിനിടയ്ക്ക് നിന്നിട്ട് കുളത്തിലെ വെള്ളത്തിലുള്ള മീനുകളെയും വെള്ളത്തിന് മുകളിലുള്ള താറാവുകളെയും നോക്കി നിൽക്കാറുണ്ട്. പിന്നെയോ, ബർഗത് കി ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേ പകട്കർ ഝൂൽനെ ലഗ്താ ഹെ. ബർഗത് എന്ന് പറഞ്ഞാൽ എന്താ, ആൽമരം അല്ലെ, വടവൃക്ഷം അല്ലേ. ബർഗത് കി ഊപ്പർ സെ നീച്ചി ആത്തി, ആൽമരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന വേരുകൾ, വേരുകൾ പകട്കർ പിടിച്ചിട്ട് ഝൂൽനെ ലഗ്താ ഹെ ആടാൻ തുടങ്ങും, ആടാറുണ്ട്. ബർഗത് കി ഊപ്പർ സെ നീച്ചി ആത്തി ജഡേ പകട്കർ ഝൂൽനെ ലഗ്താ ഹെ. ആൽമരത്തിൽ നിന്നും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വേരുകൾ പിടിച്ചിട്ട് ആടി കളിക്കാറുണ്ട്. ഖേത്ത് മേ ഘുസ്കർ ഖാനെ കി കോയി ചീസ് ഖോജ്നെ ലഗ്താ ഹെ. ഖേത്ത് എന്ന് പറഞ്ഞാൽ വയൽ അല്ലേ. ഖേത്ത് മേ വയലിൽ, ഖുസ്കർ കടന്ന്, അതായത് നൊഴിഞ്ഞു കയറുന്നതിനാണ് പറയുന്നത്. അപ്പം നമുക്ക് കടന്നെന്ന് പറഞ്ഞാൽ മതി. വയലിൽ കടന്നിട്ട് ഖാനേക്ക് കോയി ചീസ്, ഖാന എന്ന് പറഞ്ഞാൽ എന്താ, ഭക്ഷണം. ഖാനേക്ക് കോയി ചീസ് എന്നാൽ ഭക്ഷണം കഴിക്കാനുള്ള കഴിക്കാനുള്ള എന്തെങ്കിലും ചീസ് സാധനങ്ങൾ. ഖോജ്നെ ലഗ്താ ഹെ തിരയാറുണ്ട്. ഖേത്ത് മേ ഘുസ്കർ ഖാനേക്ക് കോയി ചീസ് ഖോജ്നെ ലഗ്താ ഹെ. വയലിൽ കടന്നിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനം ഉണ്ടോ എന്ന് തിരയാറുണ്ട്. അപ്പോൾ അടുത്ത കുരുത്തക്കേട് എന്താ, ബാഗ് സേ ഗുസർനെ പർ ആമ്യ അമരു തോടനെ ലഗ്താ ഹെ. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം, ഒന്നെങ്കിൽ പൂന്തോട്ടമാവാം, അല്ല പച്ചക്കറി തോട്ടമാവാം, അല്ലെങ്കിൽ എന്താ പഴങ്ങളുടെ തോട്ടമാവാം. ഇപ്പോൾ ഇത് പഴങ്ങളുടെ തോട്ടമായിരിക്കും അല്ലേ. ബാഗ് സേ ഗുസർനെ പർ
തോട്ടത്തിലൂടെ പോകുമ്പോൾ ഗുസർന എന്ന് പറഞ്ഞാൽ കടന്നു പോവുക. തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആമ്യ അമരൂദ് തോടനെ ലഗ്ത. ആം എന്ന് പറഞ്ഞാൽ മാങ്ങ, അമരൂദ് എന്ന് പറഞ്ഞാൽ പേരയ്ക്ക. അപ്പോൾ തോട്ടത്തിലൂടെ പോകുമ്പോൾ പേരയ്ക്കയോ മാങ്ങയോ എന്താണ് പറിക്കാറുണ്ട്, അവിടെ നിന്ന് പറിച്ച് തിന്നാറുണ്ട്. ഒന്നുകൂടെ വായിക്കാം. ബാഗ് സേ ഗുസർനെ പർ ആമ്യ അമരൂദ് തോടനെ ലഗ്താ ഹേ. തോട്ടത്തിലൂടെ പോകുമ്പോൾ മാങ്ങയോ പേരയ്ക്കയോ ഒക്കെ പൊട്ടിക്കാറുണ്ട്. പിന്നെയോ നാലേക്കോ ഉദർ സേ ഇധർ ഔർ ഇധർ സേ ഉദർ ഛലാങ് ലഗാക്കർ പാർ കർനെ കാ ഖേൽ ഖേൽനെ ലഗ്താ ഹേ. നാല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തോട് അല്ലെങ്കിൽ അരുവി. ഉദർ സേ ഇധർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട്. ഇധർ സേ ഉദർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട്. ഛലാങ് ലഗാന എന്ന് പറഞ്ഞാൽ എടുത്ത് ചാടുക. ഛലാങ് ലഗാന എടുത്ത് ചാടുക. പിന്നെ പാർ കർണ എന്ന് പറഞ്ഞാലോ, പാർ കർണ എന്ന് പറഞ്ഞാൽ മറികടക്കുക. അപ്പോൾ തോട് മറികടക്കുക, അതാണ് അർത്ഥം. പിന്നെ ഖേൽ ഖേൽന എന്ന് പറഞ്ഞാൽ കളി കളിക്കുക. അപ്പോൾ നമുക്കൊന്ന് അർത്ഥം നോക്കാം. നാലേക്കോ ഉദർ സേ ഇധർ ഔർ ഇധർ സേ ഉദർ ഛലാങ് ലഗാക്കർ പാർ കർനെ കാ ഖേൽ ഖേൽനെ ലഗ്താ ഹേ. എന്താ? തോടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും എടുത്ത് ചാടിക്കൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ട് മറികടക്കാനുള്ള കളികൾ കളിക്കാറുണ്ട്. ഞാനിത് വായിക്കുമ്പോൾ നട്ട്കട്ടിൻ്റെ വികൃതിയൊക്കെ നിങ്ങൾ കണ്ണിൽ കാണുന്നില്ലേ? ഇതിൽ കുറേ പേരെങ്കിലും ഈ വികൃതിയൊക്കെ ഉള്ളവരാ. തോട് കണ്ടാൽ നമ്മൾ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാത്തല്ലേ? ചെറിയ തോടൊക്കെ കാണുമ്പം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിക്കളിക്കും. ഇതൊക്കെ ചെയ്യുന്നതല്ലേ എല്ലാവരും? അപ്പോൾ നട്ട്കട്ടിൻ്റെ അടുത്ത വികൃതി നോക്കാം. नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडर से टिककर नीचे बहती नदी को निहारने लगता है. नदी के पुल को, നദിയിലെ പാലം, ജൽദി സേ പാർ കർണേക്ക് ബജായ് പെട്ടെന്ന് കടക്കാനതിന് പകരം, ബജായ് എന്ന് പറഞ്ഞാൽ പകരം, പാർ കർണ എന്ന് പറഞ്ഞാൽ കടക്കുക. ജൽദി എന്ന് പറഞ്ഞാൽ എന്താ? വേഗം. നദിക്കെ പുൽക്കോ ജൽദി സേ പാർ കർണേക്ക് ബജായ്, നദിയുടെ മുകളിലുള്ള പാലത്തിൽ കൂടെ വേഗം മറികടക്കുന്നതിന് പകരം എന്താ ചെയ്യുന്നേ? ഉസ്കി മുണ്ടേർ സേ ടിക്കർ. മുണ്ടേർ എന്ന് പറഞ്ഞാൽ കൈവരി. ഉസ്കി മുണ്ടേർ സേ ടിക്കർ, അതിൻ്റെ കൈവരിയിൽ പിടിച്ചിട്ട് നീച്ചെ ബെഹത്തി നദിക്കോ, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ, ബെഹന എന്ന് പറഞ്ഞാൽ ഒഴുകുക. നീച്ചെ ബെഹത്തി നദിക്കോ, താഴേക്കൂടെ ഒഴുകുന്ന വെള്ളത്തിലേക്ക്, നിഹാറിനെ ലഗ്താ ഹേ, നോക്കി നിൽക്കാറുണ്ട്. നിഹാർന എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുക, നോക്കി നിൽക്കാറുണ്ട്. നദിക്കെ പുൽക്കോ ജൽദി സേ പാർ കർണേക്ക് ബജായ് ഉസ്കി മുണ്ടേർ സേ ടിക്കർ നീച്ചെ ബഹത്തി നദിക്കോ നിഹാറിനെ ലഗ്താ ഹേ. എന്താ അതിൻ്റെ അർത്ഥം? നദിയുടെ മുകളിലുള്ള പാലം വേഗത്തിൽ മറികടക്കുന്നതിന് പകരം അതിൻ്റെ കൈവരിയിൽ പിടിച്ചിട്ട് താഴെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കി നിൽക്കാറുണ്ട്. അങ്ങനെ ഒരു പാരഗ്രാഫ് കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കാം. ചുഞ്ചിലാന എന്ന് പറഞ്ഞാൽ ദേഷ്യം വരിക, മച്ചിലി മത്സ്യം, ബതക് താറാവ്, ജഡ് വേര്, ചൂൽന ആടുക, കുസ്ന എന്ന് പറഞ്ഞാൽ കടക്കുക, ഖോജുന എന്ന് വെച്ചാൽ തിരയുക, ഗുസർന കടന്നു പോവുക, ആം മാങ്ങ, അമരൂദ് പേരക്ക, ഛലാങ് ലഗാന എടുത്തു ചാടുക, പാർ കർണ എന്ന് പറഞ്ഞാൽ മറികടക്കുക. പുൽ എന്ന് വെച്ചാൽ പാലം, കെ ബജായ് എന്ന് പറഞ്ഞാൽ പകരം, മുണ്ടേർ കൈവരി, ടിക്കന പിടിച്ചു നിൽക്കുക, ബഹന ഒഴുകുക, നിഹാർന എന്ന് വെച്ചാൽ നോക്കുക. അർത്ഥമൊക്കെ നന്നായിട്ട് വായിക്കണം, നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത ലൈനിലേക്ക് പോവാം. ഏക് ദിൻ തോ നട്ഖട്ട് ने हद ही कर दी. ഹദ് കർണ എന്ന് പറഞ്ഞാൽ പരിധി വിടുക എന്നാണ്. ഏക് ദിൻ ഒരു ദിവസം, നട്ഖട്ട് പരിധി വിട്ടു. ഏക് ദിൻ തോ നട്ഖട്നെ ഹദ് ഹി കർ ദി. എന്താ ചെയ്യാൻ നോക്കാം. ദോനോ ഭായി സ്കൂൾ സേ ലോട്ട് രഹേ ഥേ. രണ്ട് സഹോദരന്മാരും സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. नदी का पुल आया तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा. നദിയുടെ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നട്ഖട്ട് പുൽപ്പർ ചട്നേക്ക് ബജായ്, നട്ഖട്ട് പുൽ എന്ന് പറഞ്ഞ പാലത്തിൽ കയറുന്നതിന് പകരം, കെ ബജായ് നമ്മൾ പഠിച്ചതാണ് പകരം, ചടന എന്ന് പറഞ്ഞാൽ കയറുക,
പാലത്തിൽ കയറുന്നതിന് പകരം പുൽപ്പർ ചട്നേക്കെ ബജായ് നീച്ചേ ഉത്തർ ഗയ, താഴെ ഇറങ്ങി. അവർ നദീ കിനാരെ ജാ പഹുഞ്ച, എന്നിട്ടോ നദീൻ്റെ കരയിൽ, നദീ കിനാരെ നദിക്കരയിൽ പോയി. അപ്പോൾ എന്താണ്, നദീക്ക പുല്ലായാത്തോ നട്കട്ട് പുൽപ്പർ ചട്നേക്കെ ബജായ് നീച്ചേ ഉത്തർ ഗയ और നദീ കിനാരെ ജാ പഹുഞ്ച. പാലത്തിനടുത്തെത്തിയപ്പോൾ എന്ത് ചെയ്തു, നട്കട്ട് പാലത്തിൻ്റെ മുകളിൽ കയറുന്നതിന് പകരം താഴെ ഇറങ്ങിയിട്ട് നദിയുടെ തീരത്തെത്തി. ബസ്തേ മേ പെഹലെ സെ ബനാക്കർ രഖി ഹുയി कागज़ की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. ബസ്ത എന്ന് പറഞ്ഞാൽ ബാഗ്. ബസ്തേ മേ പെഹലെ സെ, ബാഗിൽ മുമ്പേ തന്നെ, നേരത്തെ തന്നെ, ബനാക്കർ ഉണ്ടാക്കി, രഖി ഹുയി വെച്ചിരുന്ന, കാഗസ് കടലാസ്, കാഗസ് കി ദോ നാവേ കടലാസ് തോണികൾ, 2 കടലാസ് തോണികൾ, നിക്കാലി എടുത്ത്, എന്താണ്, നമ്മളെ ബാഗിൽ, അവൻ്റെ ബാഗിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന 2 തോണികളെടുത്തു. ആ ഓർ ഏക്കേ കർക്കെ, ഏക്കേ കർക്കെ എന്ന് വെച്ചാൽ ഓരോന്നായി, ബഹത്തെ പാനി മേ ചോട് ദി, ഓരോന്നോരോന്നായി എന്താ, വെള്ളത്തിൽ വിട്ടു, ഒഴുക്കി വിട്ടു. बस्ते में पहले से बनाकर रखी हुई कागज़ की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. ബാഗിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന 2 കടലാസ് വള്ളങ്ങളെടുത്ത് ഓരോന്നോരോന്നായി വെള്ളത്തിൽ ഒഴുക്കി വിട്ടു. നാവേ ബഹ് ചലി तो नटखट खुश होकर താലി ബജാനെ ലഗ. എന്താ നാവേ ബഹ് ചലി എന്ന് വെച്ചാൽ വള്ളങ്ങൾ ഒഴുകി പോകാൻ തുടങ്ങി. അപ്പോഴോ നട്കട്ട് ഭയങ്കര സന്തോഷത്തോടെ, ഖുഷ് ഹോക്കർ താലി ബജാനെ ലഗ, താലി എന്ന് പറഞ്ഞാൽ എന്താ, കൈയടിക്കുക, താലി ബജാനെ ലഗ, കൈയടിക്കാൻ തുടങ്ങി. ഈ പിന്നെ വെള്ളങ്ങൾ ഒഴുകി പോകുന്ന കണ്ടപ്പോൾ നട്കട്ടിന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് കൈയടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് 2 പാരഗ്രാഫ് കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിക്കണ്ടേ, ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ പാഠങ്ങൾ ഇതുപോലെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരങ്ങൾ വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യം വരില്ല, നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ. ഹദ് എന്ന് പറഞ്ഞാൽ പരിധി, ലൗട്ട്ന തിരിച്ചു വരിക, ചട്ന കയറുക, ഉതർന ഇറങ്ങുക, കിനാര തീരം, ബസ്ത ബാഗ്, കാഗസ് കി നാവ് കടലാസ് തോണി, നിക്കാൽന പുറത്തെടുക്കുക, ഓടുതേന എന്ന് പറഞ്ഞാൽ വിടുക, അതായത് ഉപേക്ഷിക്കുക എന്നാണ്. ഇപ്പോൾ ഇവിടെ കടലാസ് തോണി വിടുകയല്ലേ ചെയ്തത് വെള്ളത്തിൽ, അതുകൊണ്ട് വിടുക. താലി ബജാന കൈയടിക്കുക. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.